നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രചാരണങ്ങൾ അതിശക്തമായി കൊണ്ടിരിക്കുന്ന മുന്നണികളുടെ പ്രവർത്തനങ്ങൾ. മൂന്ന് മുന്നണികളും ആവുന്നതിൽ പരമാവധിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആരായിരിക്കും ഇനി അധികാരത്തിലേക്ക് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം തലസ്ഥാനം അതിന്റെ ഭാഗമായിട്ടുള്ള കോർപ്പറേഷൻ എന്നത് തന്നെയാണ്. തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ആകുന്നത് കൊണ്ട് തന്നെ മേയർ പദവി എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ ആരായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആവാൻ പോകുന്ന ആള് എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുമ്പോൾ BJP CPM ശക്തമായിട്ട് മത്സരമാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത്തവണ അതിന്റെ ഗതി മാറുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. CPM-നോട് പിടിച്ചു നിൽക്കാനുള്ള യാതൊരു തരത്തിലുള്ള സമരങ്ങളോ സംവിധാനങ്ങളോ ഒന്നും തന്നെ BJP നടത്താത്തതും ഈ ഇലക്ഷന് മുൻപും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് തൊട്ട് ശേഷവും BJP-യിൽ ഉണ്ടായിട്ടുള്ള ഒരു മരണം അല്ലെങ്കിൽ ആത്മഹത്യ, ഈ രണ്ട് മരണങ്ങളും BJP-ക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും തങ്ങളുടെ മത്സരങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ്. ഒരു തിരിച്ചുവരവ് എന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. CPM-നെ സംബന്ധിച്ച ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭരിച്ചിട്ടുള്ള പാകപ്പിഴവുകൾ അത് സ്വാഭാവികമായിട്ടും തിരിച്ചടിയാകുമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് CPM എത്തിക്കഴിഞ്ഞു, LDF എത്തിക്കഴിഞ്ഞു. എങ്കിൽ പോലും ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് LDF രംഗത്തേക്ക് വരുന്നത്. ഈ മൂന്ന് മുന്നണികളെയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ഒരു പടി മുന്നിലേക്ക് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തവണത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. വരുന്ന ഭരണ രീതികൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ പണ്ടത്തേതുപോലെയല്ല, മറിച്ച് ഇന്ന് പുതുതലമുറയ്ക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അംഗീകാരം ലഭ്യമാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഇത്തവണ കോൺഗ്രസിൻ്റെത് എന്നത് തന്നെ അത് കോൺഗ്രസിന് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഒരു പക്ഷേ കോർപ്പറേഷൻ പിടിക്കാനുള്ള വലിയൊരു സാധ്യതയും ഒരുക്കി നൽകുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടം പിടിക്കാനുള്ള ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSU നേതാക്കളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. 22 സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ 81 KSU നേതാക്കളാണ് ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നതെന്നാണ് കണക്ക്. പാർട്ടി അർഹതമായ പരിഗണന നൽകിയില്ല എന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ കാര്യങ്ങളെല്ലാം മാറുന്നു എന്നുള്ളതാണ്. 59 ജില്ലാ നിയോജക മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ് വിവരം. 81-ൽ ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും KSU-വിനുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അവസരങ്ങൾ ഒരുപാട് ഒരുക്കുന്നതാണ്. അരുണിമ സുൽഫിക്കർ, ഗോപു നെയ്യർ, അജാസ് കുഴൽമന്ദം, മുബാസ് ഓടക്കാലി, അതുപോലെ തന്നെ ഗൗതം ഗോകുൽദാസ് എന്നിവരാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സംസ്ഥാന ഭാരവാഹികൾ എന്നാണ് വിവരം. ഗോപു നെയ്യാറും ഗൗതം ഗോകുൽദാസും ജില്ലാ പ്രസിഡന്റുമാരായിട്ടാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. MJ യദു കൃഷ്ണൻ, ജോസൂട്ടി ജോസ്, അമൃത പ്രിയ, ആദർശ് സുധർമൻ, മീവ ജോളി, അർജുൻ പൗനത്ത്, അൽ അമീൻ അഷ്റഫ്, അതുൽ MC, നിഖിൽ കണ്ണാടി, രോഹിത് MS എന്നിവർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സംസ്ഥാന ഭാരവാഹികളായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അഡ്വക്കേറ്റ് റംഷാദ്, അതുപോലെ തന്നെ ഷംലിക്ക് കുരിക്കൽ, ഫെന്നി നൈനാൻ, അഡ്വക്കേറ്റ് ലിൻഡൻ മെറിൻ എബ്രഹാം, ഗൗജ വിജയകുമാർ, അനീഷ് ആന്റണി, ആഘോഷ് V സുരേഷ് എന്നീ സംസ്ഥാന നേതാക്കൾ നഗരസഭയിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ മത്സരത്തിന് ഇറങ്ങുകയാണ്. അതേസമയം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാർട്ടിക്ക് അർഹമായിട്ടുള്ള പരിഗണന KSU നേതാക്കൾക്ക് നൽകിയില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞതടക്കം ഇവിടെ ചർച്ചയാകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വലിയ നിരയ്ക്ക് അവസരം കൊടുത്തതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഡിവിഷനുകളിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ട് എന്ന് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു കഴിഞ്ഞു. യുവാക്കൾ മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ തൊഴിലില്ലായ്മ അടക്കം കണ്ടെത്താനും പരിഹരിക്കാനും സാധിക്കുമെന്നും ജനീഷ് പ്രതികരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കിന്റെ വിവാദ FB പോസ്റ്റ് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് കോൺഗ്രസ് ഇത്ര ശക്തമായിട്ട് തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ K മുരളീധരനാണ് എന്നത് പറയാതെ വയ്യ. ഇപ്പോൾ വലിയ
വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ നടപടികളിലൂടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പലരും പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം എന്ന് പറയുന്നത്, കെ മുരളീധരൻ ഇത്തരത്തിലൊരു നടപടിയൊക്കെ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നത് അതൊരു പക്ഷേ മുഖ്യമന്ത്രി കസേര മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നുള്ളൊരു വിമർശനമുണ്ടാവും. പക്ഷേ ഇത്തരം വിമർശനങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ വാഗ്ദാനമായിട്ട് കെ മുരളീധരൻ പറയുന്നത്, ഞാനൊരിക്കലും ഈ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ടല്ല ഇത്തരത്തിലൊരു മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയാകണമെന്നില്ല, പക്ഷേ പാർട്ടിയെ വളർത്തണം എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാനസികമായി താല്പര്യമില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. തൃശൂരിലെ തോൽവിയാണ് മത്സരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണമെന്നാണ് നിലവിൽ വിമർശനം ഉയരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലാത്ത മട്ടിലാണെങ്കിലും താൻ പൂർണ്ണമായിട്ട് പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. തൃശൂരിൽ കാലുവാരിയത് ആരാണെന്ന് വ്യക്തമായി അറിയാമെന്നതടക്കം കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആകണമെന്ന് ഒരാഗ്രഹവും തനിക്കില്ല എന്നും ശശി തരൂരിന്റെ നിലപാടുകളിലെ അതൃപ്തി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് കെ മുരളീധരനുമുള്ളത്. തിരുവനന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. പുനഃസംഘടനയിൽ അതൃപ്തികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ പാർട്ടിയുടെ വിജയമാണ് മുഖ്യമെന്ന് കെ മുരളീധരൻ അറിയിച്ചു കഴിഞ്ഞു. NSS പിന്തുണ ഇടതുപക്ഷത്തിന് നൽകിയിട്ടില്ല. SNDPയിലെ കോൺഗ്രസ് വോട്ടുകൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ നഷ്ടമാകുന്നതുമല്ല. ശശി തരൂരിന്റെ നിലപാടുകളിൽ വ്യക്തമായിട്ടുള്ള അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തേക്കും. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇപ്പോൾ ഏറ്റവും വലിയ വിവാദ വിഷയം എന്ന് പറയുന്നത് ശബരിമലയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് എന്നുള്ള വ്യക്തമാക്കൽ കൂടെയാണ് കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് കൊഴിഞ്ഞുപോയ കോൺഗ്രസ് വോട്ടുകൾ തിരികെ വരുമെന്നും കെ മുരളീധരൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിന് വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇനിയിപ്പോൾ ആര് കോൺഗ്രസിൽ വിജയിച്ചിട്ടില്ല എങ്കിൽ പോലും വൈഷ്ണവ് സുരേഷ് വിജയിക്കും എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും മേയർ ആര്യ രാജേന്ദ്രന്റെ അടക്കം ഇടപെടൽ വൈഷ്ണയ്ക്ക് വലിയൊരു സഹായമായിട്ട് മാറുന്നുണ്ട്. കാരണം പൊതുജനങ്ങളിലേക്ക് 10 ദിവസം ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ പ്രചാരണ പരിപാടികൾ നടത്തുന്നതിന് തടസ്സമായിട്ട് CPMന്റെ പരാതി മാറിയിട്ടുണ്ട് എങ്കിലും ആ 10 ദിവസവും ഇവിടെ കേരളം ചർച്ച ചെയ്തത് വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വൈഷ്ണവ് സുരേഷിന് അതൊരു വലിയ പോസിറ്റീവ് കാര്യമായിട്ട് മാറും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യൂത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് വൈഷ്ണവ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വൈഷ്ണയ്ക്കുള്ള ജനപിന്തുണ വർദ്ധിക്കും എന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്ന രാഷ്ട്രീയ നിരീക്ഷണം. ഏകദേശം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നതുകൊണ്ടും വൈഷ്ണയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. അതേസമയത്ത് BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് പ്രതീക്ഷകൾ മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ്. തുടക്കത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് KM ഷാജഹാനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത്ര കാലം ഈ 5 വർഷം നമ്മൾ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് പ്രധാനമായിട്ടും അഴിമതി കഥകൾ തന്നെയാണ്. അപ്പോൾ ഇത്ര വലിയ അഴിമതികൾ നടന്നിട്ടും ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് BJPക്ക് ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് പോലും അവരെന്താണ് ഇവിടെ ഇത്രയും കാലം ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ മേയറെ രാജിവെപ്പിക്കാൻ അടക്കം സാധിക്കുമായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പോലും സാധിക്കാത്ത BJPക്ക് ഇത്തവണ വോട്ട് കിട്ടും എന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് KM ഷാജഹാൻ പ്രതികരിച്ചത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം മത്സരം ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസും CPMും തമ്മിലാണ്, LDFും UDFും തമ്മിലാണ്. LDFും UDFും തമ്മിൽ അങ്ങനെ ഒരു മത്സരം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDFിന് തന്നെയാണ് അവിടെ മുൻതൂക്കം. കാരണം നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അതൊക്കെ ഏകപക്ഷീയമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പരസ്പരം തമ്മിൽ തല്ലുകയോ പാർട്ടി വിട്ടു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന LDFിന്റെ മുൻ ഭരണാധികാരിയിൽ നിന്നുണ്ടായിട്ടുള്ള ഭരണപ്പിഴവുകൾ
പിഴവുകൾ, അഴിമതി കഥകൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ UDF തന്നെ വലിയൊരു സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുകയാണ്. അതേസമയത്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. കോൺഗ്രസ് അതിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഐക്യത്തോടെ ഒരേ മനസ്സോടെ കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. വിമർശനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആ നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്.